സ്വന്തം സഹോദരങ്ങളാൽ ചതിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ കഥ. ദ സ്റ്റോറി ഓഫ് യൂസുഫ് അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം യൂസുഫ് നബിയോടായിരുന്നു. യൂസുഫ് നബിയോടുള്ള പിതാവിൻ്റെ അമിതമായ പരിഗണനയിൽ അസൂയ തോന്നിയ മറ്റു സഹോദരന്മാർ യൂസുഫിനെ തൻ്റെ പിതാവിൽ നിന്നും എങ്ങനെയെങ്കിലും വേർപിരിക്കുവാനുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം തങ്ങളുടെ കൂടെ ആടുകളെ മേയ്ക്കുവാൻ യൂസുഫിനെയും വിടണമെന്ന് അവർ പിതാവിനോട് ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടുകൂടി യാക്കൂബ് നബി അത് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം യൂസുഫ് നബിയെയും കൊണ്ട് വിദൂരത്തേക്ക് പോയ തൻ്റെ സഹോദരന്മാർ നബിയെ ഒരു കിണറ്റിലേക്ക് തള്ളിയിടുകയും യൂസുഫിനെ ഒരു ചെന്നായ പിടിച്ചു വന്ന കളവുമായി പിതാവിൻ്റെ അടുക്കൽ അവർ മടങ്ങിയെത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ യാക്കൂബ് നബിക്ക് തൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു. വളരെ ലാഘവത്തോടുകൂടി യൂസുഫ് നബിയെ കിണറ്റിൽ തള്ളിയിട്ട് മടങ്ങിയെത്തിയ സഹോദരങ്ങൾക്കറിയില്ലായിരുന്നു ഭാവിയിൽ ഈജിപ്റ്റ് ഭരിക്കാൻ പോകുന്ന രാജാവിനെയാണ് അവർ ആ കിണറ്റിൽ ഉപേക്ഷിച്ചു പോകുന്നതെന്ന്.